എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി പേജ് നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പേജിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാനൊരു ചെറിയൊരു ഗ്യാപ്പ് എടുക്കുകയാണ്, ഹെൽത്ത് ഒട്ടും മേലാഞ്ഞിട്ടാണെന്നൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി ആ ഒരു സമയത്ത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് ഓക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ നമുക്ക് ചാനലൊന്ന് റീസ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളത്. അപ്പോൾ അതും അതിനോട് സംബന്ധിച്ചിട്ടുള്ള ആ ഒരു പോസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റി പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് വീഡിയോ റീസ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, എല്ലാവരുടെയും ഒന്നും സപ്പോർട്ട് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി പേജിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഏട്ടൻ ഓഫീസിലാണ്, മോള് ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, ട്യൂഷന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്കുള്ള സമയത്ത് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ ഗ്യാപ്പ് എടുത്തത് ഈ ഒരു ചാനലിൽ നിന്നുള്ളത്. ഞാനിപ്പോൾ 6 മാസം പ്രഗ്നൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് 6ആം മാസം കഴിയാറായിട്ടുണ്ട്, 7ആം മാസം ഏകദേശം സ്റ്റാർട്ട് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 3-4 മാസം ആയിരുന്നു എനിക്കൊട്ടും ഹെൽത്തി ആയിരുന്നില്ല ഞാൻ. അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ അങ്ങോട്ട് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്. കാരണം നമുക്കൊന്ന് എന്താ പറയുക, ഒരു വീഡിയോ പോയിട്ട് ഒന്ന് നേരെ നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെയായിരുന്നു എനിക്കൊരു 2-3 മാസം എന്ന് പറയുന്നത്. തലകറക്കം, അതേപോലെ ക്ഷീണം, ഛർദി. അപ്പോൾ എല്ലാവരും വിചാരിക്കും എല്ലാവർക്കും പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവും തന്നെയാണിതെന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. എന്താ പറയുക, എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഒരു ഹെൽത്തി ആയിട്ട്, ഇത്രയും അൺഹെൽത്തി ആയിട്ട് ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ, നേരെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നാൽ ഭയങ്കര വിശപ്പുമായിരിക്കും, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും. അങ്ങനത്തെ ആ ഒരു അവസ്ഥ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഛർദിയും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ ഉണ്ടായിരുന്നില്ല. കാരണം ഇതുപോലെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ എവിടെയെങ്കിലും നമുക്ക് ഒരു ഓർമ്മയിൽ അത് ഉണ്ടാവും. എനിക്ക് ഫസ്റ്റിലും ഇതുപോലെ ഉണ്ടായിരുന്നു, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല, സെക്കൻഡിലും നമുക്ക് ഇതൊക്കെ ഉണ്ടാവുമായിരിക്കും എന്നുള്ളത്. പക്ഷെ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നത് ഷുഗർ ആയിരുന്നു. ഷുഗർ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ. അങ്ങനെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിട്ട് പോകുമായിരുന്നു. അല്ലാതെ ഛർദി ഉണ്ടായിരുന്നാൽ ഇതുപോലെ നമുക്ക് നമ്മുടെ ശരീരം ഒന്ന് നേരെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൊന്നും ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല ആദ്യത്തെ പ്രഗ്നൻസിയിൽ. പക്ഷെ ഇതിൽ എനിക്ക് എന്താ പറയുക, ആ ഒരു സമയം എന്ന് പറയുന്നത് എനിക്ക് ഓർത്തെടുക്കാൻ പോലും ഒട്ടും ഇഷ്ടമില്ല. അത്രയും ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഒന്നാമത് ഞാനും ഏട്ടനും മോളും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഫുഡ് ഉണ്ടാക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയ ഫുഡ് ഒന്ന് കഴിക്കാനോ എന്തെങ്കിലും ഒരു മണമോ എന്താ, നമ്മൾ ഒരു അടുക്കളയിൽ പോലും എനിക്ക് കയറാൻ പറ്റുന്നില്ല. അത്രയും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. രാവിലെ മോൾക്ക് സ്കൂളിൽ പോകണം, ഏട്ടന് ഓഫീസിൽ പോകണം. കുറേയൊക്കെ അവർ പുറത്തുനിന്ന് വാങ്ങി കഴിച്ചു. പിന്നെ ഏട്ടന് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത്രയും സമയം ഉണ്ടാവും കുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. ഒരുപാട് അടുക്കളയിൽ ചിലവാക്കാനുള്ള, കാരണം രാവിലെ 7 ആകുമ്പോഴത്തേക്ക് ഓഫീസിലോട്ട് പോകണം. വൈകുന്നേരം വരുമ്പോൾ 7-8 മണിയൊക്കെ ആകും വരാൻ വേണ്ടി. പിന്നെ അത്രയും കുക്ക് ചെയ്യാനൊക്കെ സമയം ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ കുക്ക് ചെയ്യാൻ അധികം പുറത്തുനിന്നാണ് ഫുഡ് വാങ്ങിക്കാറുള്ളത്. പുറത്തുനിന്ന് അവർ വാങ്ങിക്കും, അവർ കഴിക്കും. അവർ കഴിക്കുന്ന സമയത്ത് ഈ ഒരു ഫുഡിൻ്റെ മണം പിടിക്കാഞ്ഞിട്ട് ഞാൻ റൂമിലോട്ട് ഓടും. അങ്ങനെ റൂമിൽ നിന്ന് ഞാൻ എന്തെങ്കിലും കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അതെനിക്ക് ഏട്ടൻ വെച്ച് തരും, കഞ്ഞിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചോറ് തിളച്ച് വരുന്ന ആ ഒരു സ്മെല്ല്, കടുക് പൊട്ടിക്കുന്ന ആ ഒരു മണം, പുട്ടിൽ നിന്ന് ആവി വരുന്ന ആ ഒരു മണം, എന്താ പറയണ്ട, മോൾക്ക് രാവിലെ സ്കൂളിൽ പോയിരിക്കുന്ന ആ ഒരു സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം അവളെന്തായാലും പറഞ്ഞേച്ചേ പറ്റൂ, ഏട്ടനെങ്ങനെയെങ്കിലും ഒപ്പിക്കുന്നു വിചാരിക്കാം. അവൾക്ക് രാവിലെ കിച്ചണിലേക്ക് നമ്മൾ എഴുന്നേറ്റ ഉടനെ കിച്ചണിലോട്ട് വരുമ്പോൾ ആ ഒരു കിച്ചണിൻ്റെ ആ ഒരു സ്മെല്ലോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് മോൾക്ക് വേണ്ടിക്കൽ എന്തെങ്കിലും ഒന്ന് തയ്യാറാക്കും, ഉടനെ ബാത്റൂമിൽ പോയിട്ട് ഛർദ്ദിച്ചിട്ട് വരും. പിന്നെ അങ്ങനെ അടുക്കളയിലോട്ട് വരും, വീണ്ടും ബാത്റൂമിലോട്ട് പോകും. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ 2-2.5 മാസം ഞാൻ എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. പിന്നെ എനിക്ക് തോന്നുന്നു മോൾക്ക് എക്സാം സ്റ്റാർട്ടായി. അപ്പോൾ എക്സാം സ്റ്റാർട്ടായി എനിക്ക് നാട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. കാരണം ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല, നമുക്കൊന്ന് നേരെ നിൽക്കാൻ പോലും പറ്റാത്ത ആ ഒരു അവസ്ഥയാണെന്ന് വെച്ചാൽ നമുക്ക് ഊഹിക്കാവുന്നതേ. മാത്രമല്ല എനിക്ക് പ്രഷർ ഒരു ലോ ആകുന്നു, അതായത് ഫുഡ് ഒട്ടും ഉള്ളിലേക്ക് പോകുന്നില്ല. എന്തായാലും നോർമലായിട്ട് നമ്മുടെ ബോഡിയിലെ പ്രഷർ ലോ ആവും. പ്രഷർ ലോ ആയി കഴിഞ്ഞാൽ അറിയാലോ, തല കറങ്ങി വീഴും. അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ. 2 പ്രാവശ്യം തല കറങ്ങി വീഴുന്നു, 2-3 തവണ തല കറങ്ങി വീഴും ഭാഗ്യത്തിന്. ആ ഒരു സമയത്ത് ഏട്ടനുണ്ടായിരുന്നു ഇവിടെ. വൈകുന്നേരമായിരുന്നു, ഛർദ്ദിച്ച ഉടനെ തല കറങ്ങി വീഴും. ബാത്റൂമിലൊക്കെ തല കറങ്ങി വീഴും. എങ്ങനെയെങ്കിലും എടുത്ത് ഏട്ടൻ കാറിലോട്ട് കയറ്റും.
അങ്ങനെ ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് പോയി ട്രിപ്പ് ഇടും. അന്നത്തെ ആ ഒരു ദിവസം ട്രിപ്പ് ഇട്ട ആ ഒരു ദിവസം കുറച്ച് ഞാനൊന്ന് ഓക്കെ ആവും. പിന്നെ അടുത്ത ദിവസം ബാക്ക് ടു നോർമൽ, എന്താ ഛർദിയും ക്ഷീണമൊക്കെ ആയിട്ട് പിന്നെ ആ ഒരു ദിവസം അങ്ങനെ എങ്ങനെയൊക്കെയോ 2.5 മാസം ഞാൻ തള്ളി നീക്കി. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും പറ്റുന്നില്ല, ഞാൻ നാട്ടിലോട്ട് പോവാണെന്ന് പറഞ്ഞു. പക്ഷെ നാട്ടിലോട്ട് പോകുന്ന ആ ഒരു സമയത്തായിരുന്നു മോൾക്ക് സ്കൂളിൽ എക്സാം സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ ആദ്യത്തെ സെമസ്റ്റർ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ എക്സാം കഴിയട്ടെ എന്ന് വിചാരിച്ചു, എക്സാം കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു. പക്ഷെ എക്സാം കഴിയാനൊന്നും എനിക്ക് ആ ഒരു ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരു പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു സ്കൂളിൽ, അങ്ങനെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഏട്ടൻ പോയിട്ട് കാര്യങ്ങളൊക്കെ ടീച്ചറോട്, ക്ലാസ് ടീച്ചറോട്, മോളുടെ ലച്ചുവിൻ്റെ ക്ലാസ് ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു ഓക്കെ കുഴപ്പങ്ങളൊന്നുമില്ല, തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നാട്ടിലോട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ക്ലാസ്സും കാര്യങ്ങളൊക്കെ, അതായത് അതിനുശേഷം ചെറിയ 2-3 ക്ലാസ് ഉണ്ടായിരുന്നു എക്സാം കഴിഞ്ഞിട്ടും, അതൊന്ന് ഓൺലൈനിൽ ഒന്ന് നോക്കിയാൽ മതി, അതിൻ്റെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു ടീച്ചർ. അങ്ങനെ ഞങ്ങൾ മെയ് 17-ാം തീയതി ഞങ്ങളിവിടുന്ന് ഞാനും മോളും മാത്രം, ഏട്ടനുണ്ടായിരുന്നു, ഞാനും മോളും മാത്രം നാട്ടിലോട്ട് പോയി. പക്ഷേ നാട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ ചെറിയൊരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എയർപോർട്ടിൽ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അത് ഡോക്ടർ തരികയാണെങ്കിൽ മാത്രമേ എനിക്ക് നാട്ടിലോട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ആദ്യം ഡോക്ടറെ അടുത്ത് പോയി ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അതിന് മുന്നേ ഡോക്ടറെ അടുത്ത് തന്നെയായിരുന്നു ഞാൻ കൂടുതൽ സമയത്ത്. ആഴ്ചക്ക് ഡോക്ടറെ അടുത്ത് പോകും, ട്രിപ്പ് ഇടും, വീണ്ടും തിരിച്ചു വരും. പിന്നെ 2-3 ദിവസം കഴിയും, ട്രിപ്പ് ഇടും, വീണ്ടും തിരിച്ചു വരും. അപ്പോൾ ഡോക്ടർക്ക് ഏകദേശം എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഡോക്ടർ പറഞ്ഞു ഓക്കെ ഞാൻ നാട്ടിലോട്ട് പോയിക്കോളും, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ, പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ട്രാവൽ ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. കാരണം ആദ്യത്തെ 3 മാസം ചിലർക്ക് ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മുടെ പ്ലാസൻ്റെ ഒക്കെ ബലം കുറവാണെന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ പ്ലാസൻ്റെ ഒരുപാട് താഴോട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എൻ്റെ കാര്യത്തിൽ ദൈവം സഹായിച്ചില്ല, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്ലാസൻ്റെ ഒക്കെ നല്ല എന്താ പറയുക ഉയരത്തിൽ തന്നെയാന്ന് പറഞ്ഞു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം നോർമലാണ്, ട്രാവൽ ചെയ്യുന്നതിനെ കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നപ്പോൾ മെയ് 17-ാം തീയതി ഞാനും മോളും നാട്ടിലോട്ട് പോയിട്ട് പിന്നെ ഏച്ചീൻ്റെ ഒരു ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുന്നേ നാട്ടിൽ പോയതിന് ശേഷം ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്രാവൽ ചെയ്യുന്നതിൻ്റെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ എന്തോ നാട്ടിലെത്തിയതിൻ്റെ ആ ഒരു സമയത്ത് എനിക്ക് എന്തോന്നറിയില്ല, ആ ഒരു കാലാവസ്ഥയുടെ ആണോ ഫുഡിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ പതുക്കെ നോർമലായിട്ട് വന്നു. ഒന്നും എന്താ പറയുക വലിയ ഛർദിയും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം പിന്നെ ഫുഡ് നമുക്ക് വെച്ച് തരാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക അത് ആ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വേണം തോന്നുന്നത് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കണം എന്നായിരുന്നു എൻ്റെ ആ ഒരു മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പതുക്കെ കുറച്ചെങ്കിലും കഴിച്ച് അവർ ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെയായി വന്നു. ഞാൻ ഛർദി പതുക്കെ നിന്നു. രാവിലെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് മാത്രം, പല്ല് തേക്കുന്ന സമയത്ത് മാത്രമുള്ള ഛർദിയായി മാറി. പിന്നെ ചില ഫുഡിനോടുള്ള ആ ഒരു കഴിക്കാൻ പറ്റുന്നില്ല, അത് കഴിച്ചാൽ എന്തായാലും ഛർദിക്കുന്ന എനിക്ക് തന്നെ അറിയാം, അപ്പം അത് കഴിച്ചാൽ ഛർദിക്കും. ഓക്കെ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിലെത്തി. അങ്ങനെ എനിക്ക് എന്താ ഒന്ന് നേരെ നിന്ന് തുടങ്ങി. അതിനുശേഷം ഞാൻ പിന്നെ അതിനുശേഷമായിരുന്നു ചേച്ചിൻ്റെ വീട്ടിൽ കൂടുതൽ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനൊന്ന് പങ്കെടുത്തു. അപ്പോൾ അതൊക്കെയായി എല്ലാം ഒന്ന് നോർമലായിട്ട് വന്നു. പിന്നെ എനിക്ക് ഛർദി തീരെ ഇല്ല കേട്ടോ, ചെറിയ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പ്രഗ്നൻസി ടൈമിൽ എല്ലാവർക്കും ഉണ്ടാകുന്നത് തന്നെയാണ്, ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം ഒന്ന് നോർമലായിട്ട് വന്നു. ഇപ്പോൾ എന്നിട്ട് ഞാൻ ഇപ്പോൾ 2 ആഴ്ചയായി എല്ലാം ഒന്ന് നോർമലായി വന്നതിന് ശേഷം 2 ആഴ്ചയായി തിരിച്ച് കുവൈത്തിലോട്ട് വന്നിട്ട് അപ്പോൾ ഇപ്പം എല്ലാം നോർമലാണ്. ദൈവം സഹായിച്ചിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലായിട്ട് വന്നു. ഞാൻ ഇങ്ങനെ എത്തുന്നുള്ളത് സത്യം ഞാൻ ആ ഒരു സമയത്ത് ആലോചിച്ചിട്ടില്ല. കാരണം 9 മാസം വരെ എനിക്ക് അങ്ങനെ തന്നെ ആയിരിക്കും, ഞാൻ എന്ത് ചെയ്യും, ആ ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. ഇത് മാറും, എനിക്ക് ഈ ഒരു അവസ്ഥയൊക്കെ മാറും എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം അത്രയും ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആ ഒരു 3 മാസം എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവരും പറഞ്ഞു 3 മാസം കഴിയുമ്പോൾ റെഡിയാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് കുറച്ച് എന്താ പറയുക ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റും. എനിക്ക് ഈ ഒരു ഫുഡ് പറ്റുന്നുണ്ടാവും, ഈ ഒരു ഫുഡ് പറ്റുന്നുണ്ട്, ഇനി പതുക്കെ നമുക്ക് അടുത്ത ഫുഡിലോട്ട് നോക്കാം, അടുത്ത ഫുഡ് പറ്റും, അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ ഓക്കെ നമുക്കിത് 3-4 മാസമൊക്കെ ആകുന്ന സമയത്ത് ഇതൊന്ന് ലെവലാകുമായിരിക്കും. രണ്ടാമത്തെ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ 3-4 മാസമൊക്കെ ആകുമ്പോഴേക്കും എല്ലാം ഒന്ന് നോർമലാവും. പക്ഷേ എനിക്കൊരു എന്താ പറയുക സാധാരണ ഒരു ചൂടുവെള്ളം കുടിച്ചാൽ പോലും ഛർദ്ദിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു
9ാം മാസം വരെ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ എന്തോ എല്ലാം ഇപ്പം നോർമലായിട്ട് വന്നു. ഇവിടെ എത്തിയ ഉടനെ ഞാൻ ഡോക്ടറെ വീണ്ടും കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പോയ ആ ഒരാളല്ലല്ലോ തിരിച്ചു വന്നതെന്ന് പറഞ്ഞു. കാരണം അത്രയും ഒരു ക്ഷീണത്തോടു കൂടിയാണ് ഞാൻ ഇവിടുന്ന് ട്രാവൽ ചെയ്തിട്ട് നാട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം എല്ലാം നോർമലായി, കുഴപ്പങ്ങളൊന്നുമില്ല. വാവയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയെന്ന് ഡോക്ടർ പറഞ്ഞു. പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് എനിക്ക് ഷുഗറും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല കേട്ടോ, അതൊക്കെ നോർമലാണ്. അതായത് ഒരുപാട് വാരി വലിച്ച് കഴിക്കാതെ ഇടവിട്ട് കുറച്ച് ടൈം എടുത്ത് ഓരോ ടൈം എടുത്ത് കുറച്ചായിട്ട് ഫുഡ് കഴിക്കുക. നമുക്ക് ഒരുപാട് ഫുഡ് കഴിക്കുന്ന സമയത്താണ് അതെല്ലാം കൂടി നമുക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നത്. അതായത് ഈ ഒരു സമയത്ത് നമുക്ക് എന്താ പറയുക, നമ്മുടെ ആ ഒരു ദഹന പ്രക്രിയ, ആ ഒരു ഡൈജസ്റ്റിംഗ് സിസ്റ്റം ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഒരുപാട് വാരി വലിച്ച് കഴിക്കുന്ന സമയത്ത് അതായത് കുറച്ചായിട്ട് കഴിക്കുക. ഒരു നിശ്ചിത സമയം വെച്ചിട്ട് കുറച്ചായിട്ട് കഴിക്കുക. എന്നിട്ട് എല്ലാം നോർമലായിട്ട് വരിക. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ തന്നെ നമ്മുടെ ഹെൽത്തൊക്കെ ഒരുപാട് ഓക്കെ ആവുന്ന ഇപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്, ഈ ഒരു പ്രഗ്നൻ്റ് ആയ ആ ഒരു സമയത്ത്. കാരണം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നമ്മുടെ ബോഡി ഒന്നിനും കൊള്ളില്ല. അത്രയ്ക്കും ഞാൻ അനുഭവത്തിലൂടെയാണ് കേട്ടോ പറയുന്നത്. ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു അത്. അപ്പോൾ ഇപ്പം എല്ലാം നോർമലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ചാനൽ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ഞാൻ ആ കമ്മ്യൂണിറ്റി പേജിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ചാനൽ റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്നുള്ളത്. സംസാരിക്കുമ്പോൾ ചെറുതായിട്ടൊരു കിതപ്പ് എനിക്കുണ്ട് കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം അത് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്നതാണ്. ചെറുതായിട്ടൊരു കിതപ്പ് വരുന്നുണ്ട് എനിക്ക് സംസാരിക്കുന്ന സമയത്ത്. അപ്പോൾ പിന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ നമ്മുടെ ചാനലിൽ കുക്കിംഗ് വീഡിയോ മാത്രമാണ് ഇത്രയും നാൾ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി ഞാൻ വിചാരിക്കുന്ന കുക്കിംഗ് വീഡിയോ എനിക്ക് എത്രത്തോളം ഇടാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല, എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. പിന്നെ ഞാൻ ആ കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓൺ റെക്കോർഡാണ്. അതായത് ആ ഒരു സമയത്ത് തന്നെയാണ് റെക്കോർഡ് ചെയ്ത് പറയുന്നത്. അത് ചിലപ്പോൾ കിതപ്പുണ്ടാവോ, ആ ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്കൊരു ചെറിയൊരു ഇതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ കുക്കിംഗ് വീഡിയോ മാത്രമല്ല, ചെറിയൊരു പ്രഗ്നൻസിൻ്റെ ആ ഒരു ജേണിയും പിന്നെ പ്ലസ് കുക്കിംഗ് വീഡിയോ രണ്ടുമായിട്ട് മിക്സ് ചെയ്തിട്ടിടാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം എന്നുള്ളത് താഴെ ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ കുക്കിംഗ് വീഡിയോ മാത്രം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇടാം. അതായത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാതെ നന്നായിട്ട് പോകുന്നു. ഇനിയിപ്പോൾ ഈ ഒരു മാസം ലാസ്റ്റാണ് എനിക്ക് ഇനി ഡോക്ടറെ കാണിക്കേണ്ടത്. പിന്നെ ഈ ഒരു യൂട്യൂബിൽ നിന്ന് ഞാനൊരു 3-4 മാസത്തെ ഗ്യാപ്പ് എടുത്ത കാരണം കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്താ പറയുക മിസ്സായിട്ടുണ്ട്. നമുക്ക് നല്ല കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരെയൊന്നും കാണുന്നില്ല. കാരണം പണ്ടൊക്കെ ഞാനൊരു ഗ്യാപ്പ് എടുക്കുന്ന സമയത്ത് മെസ്സേജൊക്കെ അയച്ച് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഗ്യാപ്പ് ഞാൻ എടുത്തല്ലോ, അപ്പോൾ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ എല്ലാവരുടെയും കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ തുടർന്നുള്ള വീഡിയോ ഇടാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മൾ ഇത്ര നാളും വീഡിയോ ഇട്ട സമയത്ത് നിങ്ങൾ എങ്ങനെയും സപ്പോർട്ട് ചെയ്തോ അതുപോലെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകാം. ഈ ഒരു വീഡിയോ തന്നെ എപ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അറിയില്ല കേട്ടോ. കാരണം ഇതിപ്പോൾ ഞാൻ ക്യാമറയിൽ നിന്ന് മെമ്മറി കാർഡ് ഊരി ലാപ്ടോപ്പിലോട്ട് കയറ്റി അത് എഡിറ്റ് ചെയ്ത് കുറച്ച് പണിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും ദൈവം സഹായിച്ചിട്ടെല്ലാം പെട്ടെന്ന് പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. ഞാനിതിപ്പോൾ ആരുപടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു 3-4 മാസത്തെ ഗ്യാപ്പ് എടുത്തത് എന്നുള്ളത് ഒന്ന് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ളത്. കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ചേച്ചി ഗ്യാപ്പ് എടുത്തത്, തീരെ മേലെ എന്താ പറ്റിയത്, വേറെ വലിയ കുഴപ്പമാണോ? വേറെ വലിയ കുഴപ്പമൊന്നുമില്ല, സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ആ ഒരു 3-4 മാസം എന്താ ഗ്യാപ്പ് എടുത്തത് നമുക്ക് എല്ലാവർക്കും, ചിലർക്ക് ഉണ്ടാവും, ചിലർക്ക് ഒന്നും ഉണ്ടാവില്ല. പ്രഗ്നൻ്റ് ആണെന്ന് അറിയാതെ പോലുമില്ല. ചിലർക്ക് ഉണ്ടാവും, ഇതുപോലത്തെ അവസ്ഥയൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. വേറെ ഒരു കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് നമുക്ക് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല പറയാൻ വേണ്ടിയിട്ട്. തുടർന്നുള്ള എല്ലാ വീഡിയോസും കാണാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പം ഞാനിത് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.